നിങ്ങളെ പിടിച്ച് നിർത്തേണ്ടി വരും. അത് കളി അനുപേട്ടനും കൂടി അയ്യോ ഇതൊരു ഓഡിയോന്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാന്ന് തോന്നുന്നത്. സത്യം. കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറൊന്നും എന്റെ ഓഡിയോ ലോഞ്ചിലൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ്. എന്റെ പ്രൊഡ്യൂസറുടെ ഇരിപ്പുണ്ട്. പുള്ളി നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ് മീറ്റിനെ വിളിച്ചു വരുത്തുക. കാരണം ഇതേ വേദിയിലിരുന്ന് അളിയനൊരു പ്രശ്നത്തിന് തിരികൊടുത്തു. അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത്. അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ 20-ാം തീയതി നടക്കുന്നുണ്ട്. അത് എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ. അപ്പോ എന്തായാലും അനുപേട്ടന് തുടങ്ങാം. കാരണം അനുപേട്ടനുമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെന്ന് അനുപേട്ടനിൽ നിന്ന് തുടങ്ങണം. കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മാമന്റെ കൂടെ 916 എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനുപേട്ടനാണ്. അന്ന് അനുപേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം. കാരണം അനുപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ്. അനുപേട്ടനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ. കാരണം എന്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനുപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ. കാരണം ഇടക്കിടക്ക് എന്റെ കയ്യിൽ നിന്ന് 2-3 പേപ്പർ വാങ്ങിക്കും. ചെരിഞ്ഞ് നിൽക്കടാ, കുനിഞ്ഞ് നിൽക്കടാ എന്ന് പറയും. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ്. എന്റെ പാടുകൾ ആ സിനിമയാണ്. എന്നോട് മറന്നോ? ആ സിനിമയാണ് ട്രിവാൻഡ്രത്തിലോട്ടില്ല, ഡേവിഡ് ആൻഡ് ഗോളിയാത്ത്. അങ്ങനെ അന്ന് അനുഭവത്തിൽ എനിക്ക് തോന്നും ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനാണ്. സത്യമല്ലേ? സത്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം അനൂപേട്ടനൊരു അന്നൊരു പാക്കേജ് ആയിരുന്നു എന്റെ അറിവിൽ. കാരണം റൈറ്റിംഗ് പ്ലസ് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനുപേട്ടനെ നോക്കിക്കോളും. കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് ഗോളിയാത്തിന്റെ കാര്യം അനുപേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു, അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസിനെ മനസ്സിലാക്കി. കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി. അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു അനുപേട്ടന്റെ പാത പിന്തുടരുന്നു. കാരണം അപ്പൊ അനുപേട്ടനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടടച്ച് വെടിവെക്കുക. അതിലൊരു 1-2 കൊള്ളും. ആ കൊള്ള കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു 10 സിനിമയും കൂടെ കിട്ടും. അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം. അനൂപ് മേനോൻ എന്നുള്ള നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ. സത്യമായിട്ട്. രണ്ടാമത്തത് അബാം മൂവീസ്. അബാം അനുപേട്ടൻ്റെ കൂടെ ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനൊരു അബാമിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ കാര്യം അബ്രഹാം ചേട്ടനെ പറ്റി പറയണം. കാരണം ഇതേ ബിസിനസ്, ഈ ബിസിനസ് കഴിഞ്ഞ എത്ര സിനിമകളായിട്ട് നമ്മള് 2 സിനിമകൾ 13 സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് 2 സിനിമകളും ബിസിനസ് ചെയ്തു. പക്ഷെ അതിൽ ചെറിയ നഷ്ടമൊന്നും ചേച്ചി പല ഇന്റർവ്യൂവിലും പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ കൂട്ടിച്ചേർത്ത് പറയാണ്. നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബ്രാൻഡ്.
എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളിയുടെ പടം പഠിക്കും. കാരണം 100 സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ 150 സിനിമ പൊട്ടിയാലും 151ാമത്തെ സിനിമ അബാം മൂവീസ് ചെയ്യും. അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ, സിനിമയോടുള്ള ഇഷ്ടമാണ്. അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല അബാം മൂവീസ്. കാരണം അബാം മൂവീസിന്റെ ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും ഷീരിച്ചേച്ചിയും എബ്രഹാം ചേട്ടനുമാണ്. പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല. അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല. അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിന് പോലും ലിസ്റ്റിൻ സ്റ്റീഫന് ഒരു ഇതുമില്ല, ഒരു അർഹത എടുക്കാൻ പറ്റില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ ഈസ് എ മാജിക്. അതാണ് കമ്പനിക്ക് മാജിക് ഫ്രൈഡ്സ് എന്ന് പേരിട്ടിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞു അവസാനം ഇറങ്ങിയ സിനിമയുടെ 2 കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതല്ല പാഷൻ. പാഷൻ പഠിക്കണമെങ്കിൽ അത് അബാം മൂവീസ് എന്ന് പഠിക്കണം. എനിക്കൊന്ന് ലിസ്റ്റിൽ സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ട്. 2 നമ്മളെ രവീന്ദ്രൻ ഇവിടെ 2 തവണ നമ്മൾ കാണിച്ചു. എന്തായാലും ഇനി 3ാമത് പറയാനുള്ളത്, ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരോടാണ് അസീസ് നടത്തണം. നീ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന്റെ കാര്യം അവറാച്ചന്റെ എന്താ പടത്തിന്റെ അങ്ങനെ ഒരു പടം മുന്നേ ഇറങ്ങിപ്പോയില്ലേ? അപൂർവ പുത്രന്മാർ, അതും കൂടെ ഒന്ന് കണ്ടേക്കണം. കൂടൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം അഭിലാഷ പോയാ അഭിലാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ്. എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം. എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഉണ്ടാക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ വേണ്ടത്. താങ്ക് യു. നിങ്ങളെ മുഴുവൻ ഭക്ഷണം തീർക്കണമെന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ്, അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് ബാഡ് ബോയ്സ് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സൗഹൃദം അവിടെ ഷീരിയസായിട്ട് എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ്. മാത്യു സാറും അതുപോലെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ച് വന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാവിധ ആശംസകളും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ. ഈ പടത്തിൻ്റെ ഒപ്പം തന്നെ ഞാനും വിഷ്ണുവും അഭിനയിച്ച അപൂർവ പുത്രന്മാരും റിലീസുണ്ട്. അപ്പോൾ ആ പടം നിങ്ങൾ കാണണം. ഇത് 2 ജോണറാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമയും പടം വിജയിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം. എടാ ഞാൻ സേഫ് ആയതല്ലേ, ഞാനുമെല്ലാം സംസാരിച്ചിട്ടാണ് എനിക്ക് കയറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഇവൻ ആ സമയത്ത് ഞാനത് എവിടെ പറഞ്ഞു തോന്നുന്നു. സാധാരണ ഒരു എല്ലാവരും സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, മീഡിയയിലും ഉള്ള എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ്. ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാരെന്ന് പറയുന്നത്. എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ്. എന്തിനാണെന്ന് അറിഞ്ഞത്, സംവിധായകനാവട്ടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നാവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം. എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കും ഉള്ള എന്താണ് എന്നെ ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ, ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഇതായിരിക്കുന്നത്. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട, അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി. കാരണം ഇവൻ അന്ന് അവിടെ
നിന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറയാൻ അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ. തലേദിവസം ക്ഷീണം ഒരു കാര്യം, പിന്നെ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള്. ഇവൻ അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും. എന്റെ പ്രൊഡക്ഷൻ വണ്ടി എന്റെ ഇവിടുന്ന് വിളിച്ചു ചോദിക്കും മറ്റവൻ വന്നോ അപ്പൊ അവിടുന്ന് വന്നെന്ന് പറഞ്ഞാൽ വരും. എന്താ വന്നിട്ട് ആനുവേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. അപ്പം നമുക്കിതറിയാം, ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉച്ച വരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട്. അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല. ഇവൻ പറന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം. കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്കിട്ട് പണി തരുമെന്നുള്ളതുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഞാൻ. ഒരു ആക്ടർ എന്നതിനുപരി ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമില്ല, എളുപ്പമല്ല അതുണ്ടാക്കുന്നത്. അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സ്റ്റാർഡം ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഓൺ സ്ക്രീൻ ആവാൻ കുറച്ചുകൂടി മൂത്ത് അവൻ ഇത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നതൊന്നുമില്ല. പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട്. എനിക്ക് തോന്നുന്നു 4ാമത്തെ സിനിമയാണ് അബാമുമായിട്ട്. അബാം ഷീ ടാക്സി തുടങ്ങി, ഷീ ടാക്സി ചെയ്തു, കനൽ ചെയ്തു, മരട് ചെയ്തു. ഇതെല്ലാം തന്നെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ്. ഇതും അങ്ങനെ തേങ്ങാപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത്. ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് ഇത് ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ, ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി. ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസിന്, എസ്പെഷ്യലി ഇതിന്റെ സിനിമറ്റോഗ്രഫി ചെയ്ത മഹാദേവൻ തമ്പി. നമ്മളെപ്പോഴും ഒരു സിനിമ ഒരു മറ്റു സംവിധായകനെ, പ്രൊഡ്യൂസറിനെ, നായകനെ വെച്ചിട്ട് നമ്മളെ വിടും. മഹാദേവൻ തമ്പി വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിനിമറ്റോഗ്രാഫറാണ്. അപ്പോൾ അയാളെയും ഈ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരും വരായങ്ങൾ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിയാൻ ശ്രീകാന്ത് എഡിച്ചർ, ഒരു ബഞ്ച് ഓഫ് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ്. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട് പറയാം. മനോജ് ഓഫ് കോഴ്സ്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ അതുപോലെ അസീസ് നെടുമങ്ങാട്, ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത് നീയാണ്. അതെന്താ അങ്ങനത്തെ ഒരു ചിരിയാണ്? ഇതാണ് നിന്റെ അതേ അഭിപ്രായമല്ലേ? അസീസാണ് ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത്. സോ അസീസ് ഇങ്ങനെ പറഞ്ഞ പോലെ കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞ് മറ്റൊരു നല്ല വേഷം നന്നായിരിക്കട്ടെ എല്ലാവരും. സെന്തിൽ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിച്ചു. ഡിസ ഇവിടെയുണ്ട്, ഷീലിന്റെ അമ്മയെ അവതരിപ്പിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ചുമരും ചാരി നിൽക്കുന്ന ഷീലു എബ്രഹാം, കറുത്ത വേഷമിട്ട് സ്വന്തം ഭർത്താവിന്റെ ലിസ്റ്റിൽ പറഞ്ഞ പോലെ കരിദിനം ആഘോഷിക്കാൻ നിൽക്കുന്ന ഷീലു എന്തുകൊണ്ടാണ് ഈ ചുമര് മറഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷീലു എബ്രഹാമിന്റെ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. സിനിമകളുടെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്, ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്. ഇന്ന്
നിങ്ങൾക്കറിയാം എബ്രഹാം ചേട്ടനും ഷീലു എബ്രഹാമും നീലും ഒക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. എബ്രഹാം ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അവരത് ഒരു കരിദിനമായിട്ടാണ് പുള്ളി മാത്രമല്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് 13-ാം തീയതി പൊതുവെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത്. അപ്പൊ അവരുടെ പൊതുവെ ഡിമാൻഡ് കുറവാണ്, പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് 12-ാം തീയതി വെക്കണോ 13-ാം തീയതി വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് അറിയാവുന്നതാണ്. അപ്പം ധ്യാനിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്. ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ 5 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യമുള്ളത് കൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും 13-ാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം എബ്രഹാം ചേട്ടന് 12-ാം തീയതി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പം എബ്രഹാം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബെക്ക് പോകേണ്ട വന്നു. അപ്പോൾ ഞാനോർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതല്ല, അപ്പോൾ അവിടെ നിന്ന് മകള് വിളിച്ചു പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് കയറിയ താമസത്തിന് വേണ്ടിയിട്ട് കയറിയ ഫ്ലാറ്റിൽ ഒരു എലി കയറിയിട്ടുണ്ട്. അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് വിടുന്ന അവിടെ പോയിട്ട് എലിഞ്ഞ് പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചത്. അത് ഞാൻ ശരിയല്ലേ 13 ആദ്യം വെച്ച്, പിന്നെ 12 ആക്കി, വീണ്ടും 13 ആക്കി. അപ്പോൾ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. എനിവേ വളരെയധികം സന്തോഷം. അനുവേട്ട നായകനാകുന്ന ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഈ സിനിമ 1 അല്ല 2 പ്രാവശ്യം ഞാൻ കണ്ടതാണ്. അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ധ്യാനിലൂടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ കൂടി ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ട്. അപ്പൊ എബ്രഹാം ചേട്ടന് വളരെ നിർബന്ധമാണ്. കാരണം ഈ ഇന്റർവ്യൂവിലെല്ലാം വരുമ്പം ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളും ധ്യാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു. പറയേണ്ടതില്ല. ഞങ്ങളുടെ നല്ല സുഹൃത്തുബന്ധത്തിലുള്ള ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. വലിപ്പം ചെറുപ്പമൊന്നും എനിക്ക് എന്നെ ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണലായിട്ട് സിനിമയിലില്ല. ഈ സിനിമ തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് വരാൻ ഞാനാണ്. ഇവിടെയൊക്കെ പടങ്ങൾ ഓടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഡെഫിനറ്റായിട്ട് ഒരു നല്ല റണ്ണിലേക്ക് വരും, നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സന്തോഷമുണ്ട് അനുപേട്ടൻ നായകനാവുന്ന സിനിമ, ഷീലു ചേച്ചിയുടെ പോലുള്ള സിനിമ. എബ്രഹാം ചേട്ടൻ ഞങ്ങൾ ആക്ച്വലി അയൽക്കാരാണ്. ഞങ്ങൾ അടുത്തടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവരവിടെ കാണുന്നില്ല. എനിക്ക് ആ വീട് വിറ്റെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റാറില്ല. പിന്നെ മനോജ് വളരെ അടുത്ത സുഹൃത്താണ്. മനോജിന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. മനോജിൻ്റെ സിനിമ ഏറ്റവും രസകരമായ സിനിമ തന്നെയായിരിക്കും. ഞാൻ കണ്ടു. വിഷ്വൽസൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. മഹാദേവൻ തമ്മിക്കും അതിൻ്റെ അഭിനന്ദനങ്ങളും. പിന്നെ ഇവിടുത്തെ ഏറ്റവും മലയാള സിനിമയുടെ ഹോട്ട് കേക്ക് ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹവും ഈ സിനിമയുടെ വൈറ്റ് റോൾ ചെയ്യുന്നുണ്ടോ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും സക്സസ്ഫുൾ സിനിമയെ ഒത്തിരി നല്ല സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മനോജ്